ഇന്റർനൽ സ്പെക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലി ഒരു എസ്പെഷ്യലി ഒരു ഇന്റർനൽ സ്പെക്ക് വണ്ടി കറന്റ് കേരളത്തിലില്ല. കേരളത്തിൽ ഇന്ത്യ തന്നെ ഇല്ല. അപ്പോൾ ഇന്നോവ ഇത് കൂടുതൽ ലോഡ് ചെയ്തിറക്കാൻ പറ്റില്ല. ഇതിനൊക്കെ എത്ര രൂപയായി ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ? നമ്മുടെ ക്രിസ്മസ് ഓട്ടോ വ്ളോഗിലൂടെയാണ് നമ്മളാണ് ഇത് എത്തിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിൻവശത്തുള്ള ഒരു എയർ സസ്പെൻഷൻ കിറ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വണ്ടി മാത്രമല്ല, ഓട്ടോ ഷോകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ്, എല്ലാവരുടെയും കണ്ണുടക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ്. ഇൻട്രൊഡ്യൂസിങ് ദ ഫയർ ഗൺ ഓഫ് Q-Lite. അപ്പോൾ നമ്മുടെ Q-Liteൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് ക്ഷണിക്കുകയാണ്. വെൽക്കം ടു ക്രിസ്മസ് ഓട്ടോ വ്ളോഗ്. ആഷിഖ്, വെൽക്കം ടു ക്രിസ്മസ് ഓട്ടോ വ്ളോഗ്. ഈ പ്രേമികളായിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇപ്പോൾ കാണാനുള്ളൂ. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഒരു ഓട്ടോ ഷോയിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടവാഹനം കൂടെയാണ്. എന്താണ് പേര്? ജോ. ഓക്കെ. ആഷിഖ്, എന്തൊരു ഇൻസ്പിറേഷനാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്യാനുണ്ടായത്? ഇന്നോവ എന്ന് പറയുന്നത് നമ്മളൊരു Q-Lite ഇൻഹൗസ് വണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടോട്ടലി ലോഡ് ചെയ്ത് ഇന്റർനൽ സ്പെക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലി ഒരു എസ്പെഷ്യലി ഒരു ഇന്റർനൽ സ്പെക്ക് വണ്ടി കറന്റ് കേരളത്തിലില്ല. കേരളത്തിൽ ഇന്ത്യ തന്നെ ഇല്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്തുകൂടാ? അങ്ങനെ ഒരു കോൺസെപ്റ്റ്. അതായത് എല്ലാവരും കാരണം ഇന്റർനാഷണൽ സ്പെക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് ഇന്നോവ ഉള്ളവർക്ക് തന്നെ അല്ലെങ്കിൽ കൂടെ ഭയങ്കര ഫാൻ ബേസ് ആണ് അവിടെയുള്ള വണ്ടികൾക്ക്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നാട്ടിൽ ഇപ്പൊ ഇത് ഇറക്കിയപ്പോൾ തന്നെ ലൈക്ക് പലരും ഇമ്പോർട്ടഡ് ആണോ, അവിടെ ഡയറക്റ്റ് ഇറക്കിയതാണോ, അങ്ങനെ തന്നെ ചോദിച്ച് കുറെ എൻക്വയറീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു കറക്റ്റ് ഇന്റർനാഷണൽ സ്പെക്ക് വണ്ടി ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ. ആഷിക്ക്, ഇത് എന്തുകൊണ്ട് ഇതൊരു ഇന്നോവയിലേക്ക് ചോയ്സ് എടുത്തു എന്നുള്ളത്? കാരണം പല ആൾക്കാരും അത് ചോയ്സ് എടുക്കുന്നതിലും ഫോർച്യൂണറിലാവാം, അല്ലെ വേറെ പല വണ്ടികളിലാവാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ് വന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് തൊട്ടേ ഇന്നോവ ഇഷ്ടമായിരുന്നു, പണ്ട് ഇന്നോവ ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അപ്പം അങ്ങനെ ഇതിലേക്ക് എത്തിയതാണ്. സാധാരണ ഒരു വണ്ടിയിൽ ചെയ്യുന്നേക്കാൾ കൂടുതൽ അറ്റൻഷൻ നമുക്ക് ഇന്നോവയിൽ ചെയ്താൽ കിട്ടും. മാത്രമല്ല ഇത് മോഡിഫൈ ചെയ്യാൻ ഇന്നോവയിൽ കുറച്ച് എളുപ്പമാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? ഇന്നോവയിലെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം എയർ സസ്പെൻഷൻ അങ്ങനത്തെ എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും കുറച്ച് പാടാണ്. ബട്ട് എന്താ പറയുക, ഇവിടെ ബേസിക്കലി ഇതൊരു ഫാമിലി കാർ എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യണേ. അപ്പോ നമുക്കൊരു ഡിഫറെന്റ് ബിൽഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് എത്തിയത്. എവിടുന്ന് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർ അട്രാക്ഷൻ വന്നിരിക്കുന്ന ഒരു എഞ്ചിൻ സൈഡിൽ തന്നെയാണ്, അല്ല ഹുഡിലാണ് അല്ലേ? എങ്ങനെയാണ്, എന്തൊക്കെ ഓൾട്രേഷൻസ് ആണ് ചെയ്തത്, എങ്ങനെ, ആരാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത്? ഫസ്റ്റ്ലി ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ശരിയാണ്, ഈ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൂടെയാണ് ഇതിന്റെ ബിൽഡ് ഫുള്ളി ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹുഡ് എക്സിറ്റ് ഉണ്ട്, അതുപോലെ ഈ പൈപ്പിങ്ങും കാര്യങ്ങളും തന്നെയാണ് മെയിൻ അട്രാക്ഷൻ. നാട്ടിൽ ആരും ഇങ്ങനെ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടില്ല. സോ എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ്. ഇന്റർകൂളേഴ്സ് ആണെങ്കിലും ബ്ലോക്ക് വാൽവ് ആണെങ്കിലും ഇതെല്ലാം പുറത്ത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്റർകൂളർ പൈപ്പിംഗ് ഉണ്ട്, ഇന്റർകൂളേഴ്സ് ഉണ്ട്, ഫ്ലെക്സിന് ഇന്റർകൂളർ ഉണ്ട്, അതുപോലെ BMCയുടെ എയർ ഇൻടേക്ക് ഉണ്ട്, ഓയിൽ ഗ്യാസ് ക്യാൻ ഉണ്ട്, ബ്ലോക്ക് വാൽവ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചോദിക്കാം. ഇതിന്റെ ഒരു ഫ്ലെയിം കിറ്റ്, ആ ഒരു ഫ്ലെയിം കിറ്റ് ആണ് എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഓട്ടോ ഷോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫ്ലെയിം കിറ്റ് കാണാൻ തന്നെ ഒരു ക്രൗഡ് ഉണ്ടാവും. ഈ ഫ്ലെയിം കിറ്റ് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് നമുക്ക് എത്ര കോസ്റ്റ് വരും? അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലെയിം കിറ്റ്? നമുക്ക് എമൗണ്ട് വരുന്നത് 18K ആണ്. 18K. ഫ്ലെയിം കിറ്റ് പറയുമ്പോഴത്തേക്കും നമ്മള് ഡീസൽ വണ്ടിയിൽ ഫ്ലെയിം കിറ്റ് ആക്ച്വലി പോസിബിൾ അല്ല. അതായത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഡീസൽ എക്സോസ്റ്റിൽ വരുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ ഫ്ലെയിം വരുമ്പോഴത്തേക്കും ഈ കാർബൺ മോണോക്സൈഡിന്റെ കണ്ട് കാരണം ഫ്ലെയിം കെട്ടുപോകത്തുള്ളൂ. സോ എഞ്ചിനിൽ നിന്നുള്ള ഔട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫ്ലെയിം ഉണ്ടാവത്തുള്ളൂ. സോ ഡീസൽ വണ്ടിയിൽ ഫസ്റ്റ് ടൈമാണ് ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് കാരണം ആ ഫ്ലെയിം കെട്ടുപോകത്തുള്ളൂ. ഇത് എത്ര നേരം നമുക്കൊന്ന് റൺ ചെയ്യാൻ പറ്റും? ഇതൊന്ന് ഫ്ലെയിം ആയി വരാൻ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്? ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഈ പറഞ്ഞ ബ്യൂട്ടൈൻ ഗ്യാസ് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഫ്ലെയിം വരുന്നത്. കാരണം ഒരിക്കലും ഈ പറഞ്ഞ ഇഞ്ചക്ടർ ഇപ്പം ബാങ്കർ ചെയ്യുന്ന പോലെ ഇഞ്ചക്ടർ കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്യൂവൽ ബേൺ ചെയ്ത് വിടാൻ പറ്റില്ല. സോ എക്സ്ട്രാ ഫ്യൂവൽ അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ ഫ്ലെയിം വരത്തുള്ളൂ. അപ്പൊ ബ്യൂട്ടൈൻ ഗ്യാസ് നമ്മൾ ഇതിലിപ്പോ കറന്റ് 2 സിലിണ്ടേഴ്സ് അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സിലിണ്ടർ തീർന്നാൽ വരെ നമുക്ക് ഫ്ലെയിം വരുത്താൻ പറ്റും. പിന്നെ അത് ഈ പറഞ്ഞ ആക്സിലറേഷൻ കൊടുക്കുന്ന വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഡിവൈസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഫ്ലെയിമിന്റെ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഇന്റർകൂളർ എഞ്ചിൻ പൊതുവെ വണ്ടി വളരെ റെയറാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറച്ച് വണ്ടികളെ കണ്ടിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ഇതെല്ലാം ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം എന്ത് ഐഡിയക്കാണ് ഇന്റർകൂളർ വണ്ടി ഇവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇന്റർകൂളർ എന്ത് ആവശ്യത്തിനായിട്ടാണ് വെച്ചത് എന്ന് പറയാം. ഇന്റർകൂളർ മെയിൻലി വെക്കുന്നത് വെച്ചാൽ നമ്മുടെ അതായത് ഇപ്പം നോർമലി എല്ലാ വണ്ടികളും ഫിൽറ്റേഴ്സ് ഇരിക്കുന്നത് എഞ്ചിൻ ബേ തന്നെയാണ്. ഇവൻ പുറത്തുനിന്ന് എയർ ഇൻടേക്ക് ചെയ്താലും ഈ എയറിന്റെ കണ്ടീഷൻ, അതായത് ഇപ്പം നമ്മുടെ ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും എയർ വലിച്ചെടുക്കുന്നത്, അതായത് സക്ക് ചെയ്തെടുക്കുന്നത് സെയിം ടെമ്പറേച്ചറുള്ള എയർ കണ്ടന്റ് തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ കോൾഡ് എയറിൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണ്, എഞ്ചിനുള്ള കംപ്രഷൻ പെട്ടെന്ന് നടക്കും. അപ്പം ഇന്റർകൂളർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈവൻ ഹോട്ട് എയർ ആണെങ്കിൽ കൂടെ ഇന്റർകൂളർ ഈ പറഞ്ഞ ഹോട്ട് എയറിനെ കോൾഡ് എയർ ആക്കി എഞ്ചിനിലേക്ക് വിടത്തുള്ളൂ. അതാണ് ഇന്റർകൂളർ മെയിൻ പർപ്പസ്. ഇപ്പൊ ഇന്നോവ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രോ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കേരളത്തിലെ വണ്ടികൾ എനിക്ക് തോന്നുന്നു ഒരു 2015 ഇറങ്ങിയ ചില ഒരു നമ്പേഴ്സ് വണ്ടികളിൽ മാത്രമേ ഈ പറഞ്ഞ ഇന്റർകൂളർ എഞ്ചിൻ വന്നിട്ടുള്ളൂ. അപ്പം ഈ അതർ സ്റ്റേറ്റ് വണ്ടികളിൽ പൊല്യൂഷൻ ഇഷ്യൂ കാരണം നമുക്ക് ഇന്റർകൂളർ ഇല്ലാതെ അവിടെ വണ്ടി ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെയുള്ള വണ്ടികൾ ഇന്റർകൂളറും ഇവിടെ ഇന്റർകൂളർ അല്ലാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഒരു ഫ്ലെക്സിന്റെ ഒരു ബിഗ് ഇന്റർകൂളറാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എത്ര ഹോട്ട് എയർ ആണെങ്കിൽ തന്നെ ആ ഒരു പെർഫോമൻസ് ലോസ് ആവാതെ ആ ഗെയിൻ എഞ്ചിന് കിട്ടും. അത് മോർ ഓക്സിജൻ കണ്ടുണ്ടാവും. അത് കോൾഡ് എയർ ഈക്വൽ ടു മോർ ഓക്സിജൻ ആണ്. ഓക്കെ, നമ്മുടെ മലയാളികളുടെ ഒരു സംഭവം അറിയാലോ, അവർക്ക് മൈലേജ് ഇല്ലാതെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോൾ ഈ ഇന്റർകൂളർ വെച്ചുകൊണ്ട് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടോ? എത്രയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്? എത്രയൊക്കെ വരുന്നുണ്ട്? അതായത് നോർമലി ഇനോവയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 10 ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇവൻ അതുപോലെ ഒരു എക്കണോമി ആ ഒരു രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 13-14 ഒക്കെ കിട്ടും. നമ്മൾ ഇത്രയും പുഷ് ചെയ്ത് ഇത്രയും ലോഡും കയറ്റി ട്യൂൺ ചെയ്തിട്ടൂടെ നമുക്ക് ഇന്റർകൂളർ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 14-15 ഒക്കെ നമുക്ക് റീഡിങ് കാണിക്കുന്നുണ്ട്. ഓ, അടിപൊളി. അത് ഇപ്പൊ അഗ്രസീവ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, ഒരു 9-10 ആവറേജ് കിട്ടത്തുള്ളൂ. ഇവൻ നോർമലി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്റർകൂളർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 10-15 ഒക്കെ നമുക്ക് കാണിക്കും. ഓക്കെ, ഒരു ഓട്ടോമൊബൈൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ വണ്ടി പല സ്ഥലത്തായിട്ടും ഫോട്ടോസൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഞാനും ഈ വണ്ടി ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഞാനൊരു ഹെഡ്ലൈറ്റ് പകരമായിട്ടൊരു സംഭവം, ഒരു എക്സോസ്റ്റ് വാൽവ് പോലെ, അത് എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ള സംഭവം? അത് ആക്ച്വലി BMCയുടെ എയർ ഇൻടേക്ക് ഫിൽറ്റർ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ എഞ്ചിൻ സൈഡിൽ വെക്കുമ്പോഴത്തേക്കും എഞ്ചിന്റെ ഹീറ്റ് എന്തായാലും എഞ്ചിൻ റൂമിലുണ്ടാവും. ഓക്കെ, ആ ഹീറ്റ് സക്ക് ചെയ്തിട്ടായിരിക്കും എഞ്ചിനിലേക്ക് വിടണേ. ഇന്റർകൂളർ ഉണ്ട്, സോ തണുപ്പിച്ചായിരിക്കും വരണേ. നമ്മളത് ഡയറക്റ്റ് പുറത്തുനിന്ന് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഹീറ്റ് അവിടെ ഇല്ല. സോ അത്രയും തണുത്ത എയർ തന്നെ ആയിരിക്കും ഇന്ത്യക്ക് വരുന്നത്. എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? അപ്പൊ എഞ്ചിൻ ബേയിൽ എയർ ഫിൽറ്റർ ഇരിക്കുന്നു, ആ സെയിം തന്നെ നമ്മൾ പുറത്തേക്ക് ആക്കി ഒരു ഹെഡ്ലൈറ്റിന്റേക്ക് ആക്കി. അപ്പൊ നമുക്ക് ആ സൈഡിലെ ഹെഡ്ലൈറ്റ്സ് കളയേണ്ടി വരും. അപ്പം അങ്ങനെ ലൈറ്റ്സിന്റെ കേസിലേക്ക് വന്നപ്പോഴാണ് ലൈറ്റിന് ഒരു കുറവുമില്ല. മാത്രമല്ല, ക്യൂ ലൈറ്റ് എന്ന് പറയുന്നത് RGB ലൈറ്റ്സും എയർ സസ്പെൻഷൻ ചെയ്യുന്ന എക്സ്പേർട്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ നമ്പറും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അത് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന അനിരുദ്ധും ആഷിക്കും എല്ലാം കൂടെ തന്നെയാണ്. അവർക്കിത് ചെയ്യാൻ തന്നെ പുറയിലൊരു ഗജവീരൻ നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള പല ഓട്ടോ ഷോകളിലല്ലാതെയും വണ്ടി സ്വന്തമായിട്ട് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവരത് വേണ്ട രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് തന്നിട്ടായിരിക്കും അത് ചെയ്തു തരിക. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നമുക്കറിയാം, ഇതിൻ്റെ ടൊയോട്ടയുടെ ആ ഒരു എംബ്ലം വരെ ഒരു ബ്ലീഡിങ് ഒരു എംബ്ലം അല്ലേ, അതുവരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളിതിന്റെ ലൈക്ക് നമുക്ക് മാക്സിമം എന്തോ ഇനി എനിക്ക് തോന്നുന്നു ഇന്നോവയിൽ ഇത് കൂടുതൽ ലോഡ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. മാക്സിമം എന്തൊക്കെ ചെയ്യാമോ നമുക്ക് കിട്ടിയ ആ ഒരു ടൈം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 years ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ടൈമിൽ മാക്സിമം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഈച്ച് ആൻഡ് മൈന്യൂട്ട് തിങ് വരെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മാക്സിമം ലോഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഈ ഹുഡിൽ നമ്മളിപ്പം ഫ്ലെയിം കിറ്റ് കയറ്റി, അതുപോലെ തന്നെയാണ് ഇതിപ്പം ഇതിൻ്റെ ഒരു അലൂമിനിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം
അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇതിന്റെ നോർമലി ഈ പറഞ്ഞ എഞ്ചിൻ വാൽ കവർ ഒക്കെയാണ് ഇമ്പോർട്ടഡ് ആണ്, അലുമിനിയം വാൽ കവർ ആണ്. നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാൽ കവർ എടുക്കും, ഒരു പെയിന്റ് ചെയ്യും, ഒരു ഷോ ആയിട്ട് വെക്കും. പിന്നോയ്ക്ക് വരുമ്പോഴത്തേക്കും സെറാമിക് ആണ് വരുന്നത്. സോ അധികം ലാസ്റ്റിങ് കുറവായിരിക്കും. ഒരു കുറെ കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും, ക്രാക്ക് ആവും. ഈ പറഞ്ഞ സീൽ ഈ നമ്മുടെ പാക്കിംഗ് മാറ്റുന്ന ടൈമിൽ ക്രാക്ക് ആവാൻ ചാൻസ് പോകില്ല. ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമാണ്. അലുമിനിയം നമ്മൾ തായ്ലാൻഡ് ഇമ്പോർട്ടഡ് ആണ്. അതുപോലെ ഇതിന്റെ ബ്ലോ വാൽവ് ആണെങ്കിലും ഇപ്പൊ ഇന്റർകൂളേഴ്സ്, അതുപോലെ ഓയിൽ ക്യാഷ് ക്യാനർ, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ് വരുന്നത്. ഇതിനൊക്കെ എത്ര രൂപയായി ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വന്നപ്പോ? അത് കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 above വന്നിട്ടുണ്ട് എക്സ്പെൻസ് തന്നെ. 5 to 6 ആ റേഞ്ചില്. കാരണം എക്സോസ്റ്റ് തന്നെ നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു 3 times മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം ഫുൾ സിസ്റ്റം ആയിരുന്നു, പിന്നെ സൈഡ് എക്സിറ്റ് ആക്കി, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹുഡ് എക്സിറ്റ് ആക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏതാണ് നല്ലത്, സൈഡ് എക്സിറ്റ് ആണോ ഹുഡ് എക്സിറ്റ് ആണോ? നമുക്കൊരു റോഡ് ലീഗൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഫുൾ സിസ്റ്റം ബാക്കിലേക്ക് പോകുന്ന രീതിയിലാണ്. സൈഡ് എക്സിറ്റ് ഒക്കെ ആകുമ്പോൾ ഓക്കെ, ബട്ട് ഹുഡ് എക്സിറ്റ് നമുക്ക് എന്തായാലും ഈ റോഡിൽ ഈ രീതിയിൽ വണ്ടി റോഡിലിറക്കും. നമ്മുടെ കേരളത്തിൽ നടക്കത്തില്ല. നമ്മുടെ ക്രിസ്മസ് ഓട്ടോ വ്ളോഗിലൂടെയാണ് ക്യൂലൈറ്റിന്റെ ഈ ഒരു ഫയർ ഗൺ നമ്മളാണ് ഇത് എത്തിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്ക്, യൂട്യൂബ്, എവിടെ നിന്നാണ് നിങ്ങൾ കാണുന്നത് അവിടെ എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ ഇടുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വണ്ടിയുടെ ഹോൺ നമ്മുടെ സാധാരണ നമ്മളൊരു എയർ ഹോൺ ഒക്കെ വെക്കും, അല്ലെങ്കിൽ ഒരു ഇന്നോവയുടെ തന്നെ ആ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഹോൺ വെക്കും, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതൊരു ട്രെയിൻ എപ്പോഴാണോ പോകുന്നത് അതൊരു ഹോണാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് തോട്ട് പ്രോസസ് എന്തായിരുന്നു? ഇതിപ്പോ റീസെന്റ് ട്രെൻഡിങ് ആക്കുന്ന ഒരു ഹോണാണ്. ഇതിൽ ഇരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്സിന്റെ നോർമലി ഇന്നോവയില് ആൾക്കാർ വെക്കുന്ന ഒരു ഹോൺ തന്നെയായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഒരു എന്താ പറയാ ലൈക്ക് വേറെ വണ്ടികളൊന്നും വന്നിട്ടില്ല, ആക്ച്വലി ട്രെൻഡിങ് ആയി വരുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിന് ഒരു കോസ്റ്റ് വരും എയർ ഹോൺ, അതിന് വലിയ എമൗണ്ടിൽ 3K മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം സസ്പെൻഷൻ, നമുക്ക് എയർ സസ്പെൻഷൻ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വഴി കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, എന്തൊക്കെ നമ്മൾ ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒന്ന് പറഞ്ഞുതരാമോ? എയർ സസ്പെൻഷനിൽ നമുക്ക് ഒരു കംഫോർട്ട് സോൺ ഉണ്ടാവും. കംഫോർട്ട് സോണിൽ ഈ പറഞ്ഞ ബാഗ്സിൽ എയർ ഫുൾ ഹൈറ്റിലും ആയിരിക്കില്ല, ഫുൾ ഡ്രോപ്പിലും ആയിരിക്കില്ല, ഒരു മീഡിയം ലെവലായിരിക്കും. ചില വണ്ടികൾ ഈ പറഞ്ഞ സ്കേറ്റിങ്ങും കാര്യങ്ങളിൽ ആഡ് ചെയ്ത് കഴിയുമ്പം ചില ബമ്പ് ക്ലിയർ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. സോ ആ ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. നോർമലി നമ്മളിപ്പോൾ സ്പ്രിംഗ് ഇട്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് കാർസ് ആണെങ്കിൽ നമ്മൾ അത് അത്രയും കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഹമ്പൊക്കെ ആണെങ്കിൽ തന്നെ നോർമലി ചടിച്ചടിച്ച് പോയാൽ മതി. ബട്ട് എയർ സസ്പെൻഷൻ ചെയ്ത് ഇപ്പോൾ ലോവർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹമ്പൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് തിരിച്ച് ബാക്ക് ടു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒന്ന് കൊണ്ടു നടക്കേണ്ടി വരും. അത് കംഫോർട്ട് സോൺ അല്ല, നമുക്ക് കംഫോർട്ട് സോണിലായിരിക്കും ഈ പറഞ്ഞ ഇഷ്യൂ വരുന്നത്. കാരണം ഡ്രോപ്പ് ചെയ്തായിരിക്കും വണ്ടി എടുക്കുന്നത്, എക്സ്ട്രാ സ്കേറ്റിങ്സ് ഉണ്ടാവും. സോ മേ ബി ബമ്പ് ക്ലിയർ ആവണം എന്നില്ല. ആ ഒരു അറ്റ് എ ടൈമിൽ നമ്മളൊന്ന് ജസ്റ്റ് അപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് റണ്ണിങ്ങിൽ ചെയ്യാൻ പറ്റുമോ? അത് റണ്ണിങ്ങിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ റിമോട്ട്സ് ഉണ്ടാവും, അതിൽ തന്നെ ഏത് ഹൈറ്റിലാണ് അല്ലെങ്കിൽ എത്ര പ്രഷറിലാണ് കിടക്കുന്നതുണ്ടാവും. ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക, തിരിച്ച് ഹമ്പ് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഫ്രണ്ടിലുള്ള ആ ഒരു ഡിഫിക്കൽട്ടി അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അത് ഈസിയാണ്. ഒരു ഫസ്റ്റ്ലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമുക്ക് ഈസി ആയി ഫ്രണ്ട്ലി ആയിക്കോളും. ഇത് കംഫർട്ടിനെ എങ്ങനെയായാലും ബാധിക്കുമോ? അത് ഡിപ്പെൻസും. ഇപ്പൊ ഇന്നോവ ഒക്കെ പറയുമ്പോഴത്തേക്കും വെയിറ്റ് ഉള്ള വണ്ടികളാണ്. ഇതിൽ ഈ പറഞ്ഞ എയർ ചെയ്തിട്ടുണ്ടെന്നും കൂടെ നമുക്ക് ഒരാളോട് പറയാൻ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ ഇപ്പൊ കറന്റ് നമ്മൾ ചെയ്തിട്ട പോളോ, അതുപോലെ സിറ്റി, ഇങ്ങനെയുള്ള വണ്ടികളൊന്നും കംഫോർട്ട് ലൈക്ക് നമ്മളൊരു ഇപ്പോൾ ആ ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണോട് നമ്മൾ എയർ ബാഗ്ഡ് ആണെന്ന് പറയാതെ അവർക്ക് ആ ഒരു കംഫോർട്ട് ലെവൽ ഫീൽ ചെയ്യില്ല. അതായത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാഗ്ഡ് ആണെന്നൊരു അടി നമുക്ക് കിട്ടത്തില്ല. ഇവൻ ചില ടൈമിൽ ഈ പറഞ്ഞ സ്പ്രിങ്സ് ഇടുന്നതിനെക്കാട്ടിലും കംഫോർട്ട് ആയിരിക്കും നമ്മുടെ എയറിന് കിട്ടുന്നത്. അത് നമ്മുടെ ബാഗിന്റെ ഒരു സ്പെഷ്യലാണ്. നോർമലി ഉള്ള ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ചൈന ബാഗ്സിന് ആ ഒരു കംഫോർട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ആ ഒരു കംഫോർട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ എയർ ഇറക്കുന്നത്. സൈഡ് പോർഷൻ നമുക്കറിയാം, നേരത്തെ വന്ന വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ലൈറ്റ്സിന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്തൊക്കെ ലൈറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻലി എക്സ്പെർട്സ് ഇൻ ലൈറ്റ്നിങ് സോ നമ്മളിലേക്ക് ലൈറ്റ്നിങ് ഓൾറെഡി കുറച്ചിട്ടില്ല, എന്നാൽ ഓവർ ആക്കിയിട്ടുമില്ല. ആ സൈഡ് ഹെഡ്ലൈറ്റിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രൈ കളർ ഫോഗ് ലാമ്പ് കളയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്സിന്റെ അകത്തൊരു പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു ഐസും ആഡ് ചെയ്തിട്ടുണ്ട്, ഡബിൾ ഐസും അതുപോലെ തന്നെ ഒരു റിംഗും 5D ക്രിസ്റ്റൽ DRL ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഫോൺ കൺട്രോൾഡ് ആണ്. പിന്നെ നമ്മുടെ ഇൻഡോനേഷ്യൻ ലൈറ്റ്സ്, അത് മെയിൻലി കണ്ടുവരുന്നത് ഇൻഡോനേഷ്യയിലാണ്. അതുകൊണ്ടാണ് ഇൻഡോനേഷ്യൻ ലൈറ്റ്സ് എന്ന് വന്നത്. അത് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കേരളത്തില്. അതും കൺട്രോളബിൾ ആണ്. കുറെ പാറ്റേൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കളർ ചേഞ്ച് ഉണ്ട്, അത് വൈറ്റ് അതുപോലെ യെല്ലോയും അങ്ങനെ കളർ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാം. ലൈറ്റ്നിങ് പിന്നെ നമ്മുടെ
റിയർ ടെയിൽ ലാംപ്സ്, റിയർ ലാംപ്സും റിയർ ബമ്പർ LED ഇതെല്ലാം RGB തന്നെയാണ്. ഇത്രയാണ് നമ്മൾ മെയിൻലി ലൈറ്റിംഗ് കൊണ്ടുവന്നത്. ഓവർ ആക്കിയിട്ടും ഇല്ല, എന്നാൽ അത്യാവശ്യം നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ പോകുന്ന ആള് എന്ന സ്ഥിതിക്ക് ആൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് RGB ലൈറ്റ്? RGB ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇതിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ് RGB ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ കളേഴ്സ് വെച്ചിട്ട് നമ്മുടെ എല്ലാ മില്യൺസ് ഓഫ് കളേഴ്സും ജനറേറ്റ് ചെയ്യുന്ന RGB എന്നാണ്. ഓക്കെ, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ഒരു കളേഴ്സ് ന്യൂട്ടന്റെ നമ്മുടെ റൊട്ടേറ്റിംഗ് വീലിലെ ആ സെയിം പർപ്പസ് ആണ് RGB ലൈറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നൂടെ ഒരു ഹൈ ബ്രൈറ്റ്നസ് തരുന്ന നമുക്ക് നമ്മുടെ ഐസിന് വിസിബിൾ ആകുന്ന കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അതുകൊണ്ടാണ് RGB ലൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യാം. ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലാണ്ട് ഇത് വരുന്ന കോമ്പിനേഷൻസ് ആയ ബാക്കി എല്ലാ കളേഴ്സും ഇതിന്റെ കോമ്പിനേഷൻ തന്നെ ഉണ്ടാവുന്നത്. സോ നമുക്ക് ബാക്കി എല്ലാ കളേഴ്സിലും ഇടാൻ പറ്റും. അതുകൊണ്ടാണ് RGB ലൈറ്റ് സ്പെസിഫൈഡ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഇന്നോവ ഉണ്ടെന്ന് കരുതുക, എനിക്കൊരു RGB ലൈറ്റ് ഫ്രണ്ടിൽ അല്ലെങ്കിൽ റിയറിൽ ചെയ്യണം. ഫ്രണ്ടിൽ ചെയ്യുന്നതിന് എത്രയാവും, ബാക്കിൽ ചെയ്യുന്നതിന് എത്ര ഏകദേശം ഒരു കോസ്റ്റ്? നമുക്ക് ഹെഡ്ലൈറ്റ്സും അല്ലെങ്കിൽ ടെയിൽ ലാംപ്സും എത്ര വേണമെങ്കിലും പുഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെഡ്ലൈറ്റിന്റെ കേസിലേക്ക് വരാൻ നമുക്ക് കുറെ വെറൈറ്റീസ് ഓഫ് പ്രൊജക്ടേഴ്സ് ഉണ്ട്, ലൈറ്റ്സ് ആഡ് ചെയ്യാം. ഇപ്പൊ അതായത് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു 7K തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും. അത് നമുക്കൊരു എനിക്ക് നമ്മൾ ചെയ്ത വർക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 80K 90K വരെ നമുക്ക് പുഷ് ചെയ്യാം. അതുവരെ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ എനിക്ക് തോന്നുന്നു ഒരു 80K വരെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർച്യൂണർ ആണല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 lakh എബോവ് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും പുഷ് ചെയ്യാൻ പറ്റുന്ന കയറാണ് ലൈറ്റ്സ്. പ്രൊജക്ടേഴ്സ് ആണ് ഇതിൽ ചെയ്ത നോർമൽ പ്രൊജക്ടേഴ്സ് ആണ്. അതുപോലെ ലേസർ പ്രൊജക്ടർ ഉണ്ട്, ട്രിപ്പിൾ ലേസേഴ്സ് ഉണ്ട്, അങ്ങനെ മെട്രിക്സ് ടൈപ്പ് പ്രൊജക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. കറന്റ് മാർക്കറ്റില് ടെക്നോളജി ഇത്രയും ഒരു എന്താ പറയാ ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് കുറെ വെറൈറ്റീസ് ഓപ്ഷൻസ് ഉണ്ട്. സോ ബഡ്ജറ്റ് കസ്റ്റമറുടെ ബഡ്ജറ്റ് ഇത്ര നമുക്ക് അത്രയും പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആസ് യു നോ ഇവർ എക്സ്പേർട്സ് ആണ് ഈ RGB ലൈറ്റിലും അതുപോലെ എയർ സസ്പെൻഷനിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വീഡിയോ നമ്മുടെ കാണുന്നവർക്കൊക്കെ അറിയാം, പല ആൾക്കാരും ചെയ്തവരുണ്ടാവും. ഇപ്പം നമ്മുടെ യൂണിക്കോൺ വണ്ടി നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റീസെന്റ് ആയിട്ടല്ലേ നമ്മുടെ കസ്റ്റമർ ആണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതെ, നമ്മൾ നേരത്തെ ചെയ്ത യൂണിക്കോൺ ഇന്നോവയുടെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അത് അത്യാവശ്യം വൈറലായ വീഡിയോ ആണ്. അത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അത് വർക്ക് ചെയ്ത് പോയി അല്ലേ? അപ്പോൾ അതായത് ഓൾറെഡി വർക്ക് ചെയ്ത് പോയതാണ്. ഇപ്പോൾ ഒരു ആ വണ്ടിയുടെ തന്നെ ഒരു വർക്ക് കൂടെ കറന്റ് ഓൺ പ്രോഗ്രസ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത വരുന്നത് എയർ സസ്പെൻഷനിലേക്കാണ്. അപ്പോൾ എയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഈ അലോയ് വീൽസ് കാര്യങ്ങൾ, വൈറ്റ് അലോയ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു റേറ്റും കാര്യങ്ങൾ? എയർ സസ്പെൻഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നോവയില് നമ്മുടെ നാട്ടിൽ ആരും തന്നെ വില്ലിങ് അല്ല എയർ ചെയ്യാനായിട്ട്. കാരണം വണ്ടി കൈ നിൽക്കുമോ, ഹാൻഡ്ലിങ് എങ്ങനെ ഉണ്ടാവും, കറക്റ്റ് ബോഡി റോളും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. വലിയ SUV എന്ന് പറയാൻ പറ്റില്ല, MPV ആണ്. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് അതുപോലെ എങ്ങനെ വണ്ടി കൈ നിൽക്കും. ഓൾറെഡി ഹാൻഡ്ലിങ് കോർണറിങ് എടുത്ത ടൈമിൽ ഇച്ചിരി സീനുള്ള വണ്ടിയാണ് ഇന്നോവ. അപ്പൊ എയർ പിന്നെ ഇത്രയും വെയിറ്റ് നമ്മള് ലൈക്ക് ക്യൂലൈറ്റ് തന്നെ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇത് ക്യൂലൈറ്റില് ബാഗിലെ സെഗ്മെന്റിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ആ ടൈമില്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്ത് കൂടാം. ഓർ നമ്മൾ ഫസ്റ്റില് പുറത്തുനിന്ന് ചെയ്യിക്കാൻ നേരത്തെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആരും വില്ലിങ് അല്ലായിരുന്നു ചെയ്യാൻ. പിന്നെ നമുക്ക് റെഡി കിറ്റ്സ് കിട്ടും. ഒരു 3 lakh ഒക്കെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാം. നാട്ടിൽ ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ മേക്ക് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ട് നമ്മൾ തന്നെ ചെയ്ത് ഇപ്പൊ നമ്മൾ കറന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.10 ആ റേഞ്ച് തന്നെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നോർമലി ഇന്നോവ ഒക്കെ നമുക്ക് ആ റേഞ്ച് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കാരണം എയർ സസ്പെൻഷൻ യൂസ് ചെയ്ത ആൾക്കാർക്ക് സ്ഥിരം മെയിൻ്റനൻസ് വരുന്ന ഒരു ഇഷ്യൂ കാണാറുണ്ട്. ചിലവരുടെ അത് എയറിന്റെ ഇത് പൊട്ടിപ്പോകുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് വാറണ്ടി കൊടുക്കലുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ വീക്ക്ലി വൺസ് പോയിന്റ് മോയ്സ്ചർ അബ്സോർവ് ആവുന്നുണ്ട്, അത് റിലീസ് ചെയ്ത് കളയാം. അങ്ങനെ അത്യാവശ്യം കെയർ ചെയ്ത് കൊണ്ടുകൊടുക്കുന്ന സാധനം തന്നെയാണ് എയർ സസ്പെൻഷൻ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ഹമ്പ് മിസ്സാകാം, അങ്ങനെ ഒരു ഹൈ സ്പീഡിൽ നല്ല പ്രഷർ ഇട്ട് പോവുകയാണെങ്കിൽ ബാഗ് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബാഗിന്റെ ചിലപ്പോൾ മാക്സിമം ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ 150 PSI അല്ലെങ്കിൽ 200 PSI എന്നായിരിക്കും. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ ഒരു പ്രഷർ നിൽക്കുമ്പോൾ ഒരു ഫോഴ്സ് വരുമ്പോഴത്തേക്കും പ്രഷർ ഓൾറെഡി ഇൻക്രീസ് ആവുക, അങ്ങനെയാണ് ബ്ലാസ്റ്റ് ആവുക. ശരി,
അപ്പോൾ ഇതിന് നമുക്ക് വാറണ്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ വല്ലതും കൊടുക്കലുണ്ടോ? നമ്മൾ 1 ഇയറിലേക്ക് നമ്മൾ ഈ പറഞ്ഞ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ കൊണ്ടാണ് ബാഗ് ബ്ലാസ്റ്റ് ആവുക അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെങ്കിൽ നോ വാറണ്ടി. വാറണ്ടി ഇല്ല. നമുക്ക് ആ വാറണ്ടി ഉണ്ടാവും, ബട്ട് നമുക്ക് ആ പറഞ്ഞ പാർട്സിന് എമൗണ്ട് തരേണ്ടി വരും. അതിന്റെ ഒരു എയർ സസ്പെൻഷൻ ഫുട്ടേജ് ഒന്ന് കണ്ടു. വണ്ടി ഏതായാലും ശരി, കാർ എന്തൂസിയാസ്റ്റിക് എന്ന നിലയ്ക്ക് ഒരു വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ അവരാദ്യം ഭംഗി കൂട്ടാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കേർട്ടിങ്. അപ്പം ഇതിൻ്റെ സ്കേർട്ടിങ് എനിക്ക് അതുപോലെ ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഒന്ന് പറയാം? ഫസ്റ്റ്ലി ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഒരു 2 months എടുത്ത് ഒരു കസ്റ്റം ബമ്പർ, ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഒരു ബമ്പർ ഉണ്ടാക്കി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 90% ബോഡി ഫില്ലർ വർക്ക് വരെ കംപ്ലീറ്റ് ആയ ടൈമിലാണ് നമ്മുടെ മൈൻഡ് മാറി. കാരണം നമ്മൾ ഓൾറെഡി പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബോഡി കിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കേണ്ടി വരും. സോ നമുക്ക് അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അതായത് OG ലുക്കിൽ എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാവോ അങ്ങനെയാണ് ഈ സ്കേറ്റിംഗിലേക്ക് വരുന്നത്. ബിക്കോസ് വി ആർ ഇൻ കേരള. കാരണം നമ്മള് ബോഡി കിറ്റ് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു സ്പെക്ക് മാറിപ്പോയി. ഈ ഇന്തോനേഷ്യൻ സ്പെക്ക് അല്ലെങ്കിൽ ക്ലീൻ ബിൽഡ് എന്നുള്ള സെഗ്മെന്റേ മാറും. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമായിരുന്നു. സൈഡിൽ നമ്മുടെ സസ്പെൻഷന്റെ ഒരു ഇത്, അതിനെ കുറിച്ച് സസ്പെൻഷന്റെ കേസ് വരുമ്പോഴേക്കും ഫ്രണ്ടിൽ നമുക്ക് ക്യാമറിംഗ് ഉണ്ട്. അതായത് വീല് ചെരിനുള്ളിലേക്ക് കയറി പോകും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. ബാക്കിൽ ഉണ്ടാവില്ല, കാരണം ബാക്കിൽ സ്ട്രൈറ്റ് ആക്സലാണ് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ ക്യാമറിംഗ് ഇല്ല. ഫ്രണ്ടിൽ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ടയർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ ടയറിന്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിന്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറിപ്പോവും. ഓൾറൈറ്റ് ജോ, ഈ ഒരു സംഗതി നമ്മുടെ സൈഡ് എക്സിറ്റ് പോളീസ് ആണോ? അതിനെക്കുറിച്ചൊന്ന് അറിയാനായിട്ടാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്? എത്ര രൂപയായി? എന്തൊക്കെയാണ് സൈഡിൽ ചെയ്തിരിക്കുന്നത്? നമ്മൾ മെയിൻലി ഫ്ലെയിം കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ സൈഡ് എക്സിറ്റില്ല. അപ്പം ഇത് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 18K ഓളം ഫ്ലെയിം കിറ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ സൈഡ് എക്സിന് തന്നെ 18K ഓളം പ്രൈസ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ R34 ഗെയിം സെന്റർ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ടീമിന്റെ അടുത്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് എഞ്ചിനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫ്ലെയിമില് നമുക്ക് ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എഞ്ചിനായിട്ട് ബന്ധമുണ്ട്. വാൽവ് ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് കൂടെ ഫ്ലെയിം മാത്രമേ വരുള്ളൂ. പറഞ്ഞ ഡീസൽ എക്സോസ്റ്റ് വരില്ല. ഇത് എന്തായാലും നമുക്ക് സേഫ്റ്റി പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ ഈ ഫ്ലെയിം വരുമ്പോൾ? ഫ്ലെയിം അങ്ങനെ സേഫ്റ്റി പരമായിട്ട് ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം നമുക്ക് അത് ഓൾറെഡി കൺട്രോൾഡ് ആണ്. ഒരു കൺട്രോൾ മൊഡ്യൂൾ ഉണ്ട്. അകത്ത് നമുക്ക് കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും കൺട്രോൾഡ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുന്ന കേസൊക്കെ എങ്ങനെയാണ്? ലോഡ് ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാൽ മതി. എംറ്റി ആവുമ്പോൾ തിരിച്ച് ക്യാൻ മാറ്റുക, വേറെ ക്യാൻ പ്ലഗ് ചെയ്തിടുക. ഇത് കൺട്രോൾ ചെയ്യാനുള്ള വാൽവും കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വിച്ചസിൽ കൺട്രോൾഡ് ആണ്. അത് അൺകൺട്രോളബിൾ ആയിട്ട് ഫ്ലെയിം പോവില്ല പുറത്തേക്ക്. ഇതിന് എത്ര റേറ്റ് വന്നിട്ടുണ്ടെന്ന്? നമ്മുടെ ഈ സൈഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് 18K ആണ് പ്രൈസ് വന്നത്. ബട്ട് നമ്മള് ആദ്യമേ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 45K ഫുൾ സിസ്റ്റത്തിൽ വന്നു. അത് കഴിഞ്ഞ് സൈഡ് എക്സിറ്റ് ആക്കിയതിന് എക്സ്ട്രാ ഒരു 18 വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സൈഡ് എക്സിറ്റ് ഫ്ലെയിമിനാക്കിയിട്ട് ഫ്രണ്ട് ഹുഡ് എക്സിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അലോയ് ഒക്കെ പ്രത്യേകം വരുത്തിച്ചാണോ അതോ? ഇല്ല, അലോയ്സ് എനിക്ക് തോന്നുന്നു നമ്മള് കളർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മളെനിക്ക് തോന്നുന്നു ഈ ഒരു ബിൽഡിന് കയറ്റുന്നതിന് മുമ്പ് മേടിച്ചിട്ടുണ്ട്. ഈ ബിൽഡിന് വേണ്ടിയിട്ടല്ല, അതിന് മുമ്പ് തന്നെ നമ്മളൊരു ഞാൻ പറഞ്ഞ അസ്തറ്റിക്സ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ അലോയ്സ് മാറിയായിരുന്നു. അപ്പൊ എനിക്ക് ഇതൊരു ഗൺ മെറ്റൽ ഗ്രേ, ഒരു ക്രോം ഷെയ്ഡ് ആ ഒരു പാറ്റേണിലായിരുന്നു. പിന്നെ നമ്മള് ഈ ഒരു ഷെയ്ഡിലേക്ക് ആക്കി, വൈറ്റിലാക്കി. അതുപോലെ തന്നെ കസ്റ്റം സ്കേർട്ട് ആണ് കാണുന്നത്. അതൊക്കെ എങ്ങനെയാണ്? സ്കേർട്ടിങ് ക്രിസ്റ്റയുടെ സ്റ്റെല്ലാർ സ്കേർട്ട് ആണ്. സ്റ്റെല്ലാർ കിറ്റിൽ വരുന്ന സ്കേർട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ബാക്ക് OG സ്കേർട്ട് തന്നെ, ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു OE സ്കേർട്ട് തന്നെ. ഇത് ഈ സ്കേർട്ട് പ്രത്യേകം വരുത്തിച്ചാണോ? ഇല്ല, നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഓൾറൈറ്റ്. അതിനൊക്കെ എന്നാ റേറ്റ് ആയിട്ടുണ്ടാവും? സ്കേർട്ടിങ്സിന് ഒരു 5K ആ റേഞ്ച് ഒക്കെ. ബാക്ക് സ്കേർട്ട് OE സ്കേർട്ട് അത് നമുക്ക് ഇതിൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു 9K പ്രൈസ് വരുന്നുണ്ട്. ഫ്രണ്ട് സ്കേർട്ട് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഫ്രണ്ടും ബാക്കും കൂടെ ഓൾമോസ്റ്റ് 15K റേഞ്ച് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഡിപ്പ് ശ്രദ്ധിച്ചു, അതുപോലെ തന്നെ ലോഗോ ഇന്നോവ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സംഭവങ്ങളെ അതെന്താണ്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ശരിക്കും ബാക്കിലേക്ക് വരുമ്പം നമുക്ക് മെയിൻലി വരുന്നത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ടെയിൽ ലൈറ്റ് ആണ്. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ്സ് ആണ്. അതെടുത്തിട്ട് നമ്മൾ കസ്റ്റം ചെയ്തേക്കുന്നതാണ്. RGB ആണ്. ഫുള്ളി വൈഫൈ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് നമുക്ക് ചൂസ് ചെയ്ത് തരാൻ പറ്റും. ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിക്കി പാറ്റി, ഇതെല്ലാം ഡിപ്പ് ചെയ്തേക്കാണ്. കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തേക്കാണ്. പിന്നെ നമ്മുടെ കസ്റ്റം ലോഗോ, അതുപോലെ തന്നെ സ്കേർട്ടിങ്സ് ഇത് OE സ്കേർട്ടിങ്സ് ആണ്, ABS സ്കേർട്ടിങ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഈ പറഞ്ഞ ബമ്പർ LED വരുന്നത് RGB ആണ്. സെയിം ടെയിൽ ലൈറ്റ് പോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി. ഇതൊരു പാക്കേജ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ? പാക്കേജ് ആയിട്ടൊന്നുമില്ല, നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ഈവൻ ഒരു ടെയിൽ ലൈറ്റ് മാത്രം മതിയെങ്കിൽ പോലും
നമുക്ക് വേണമെങ്കിൽ ഒരു RGB ലൈറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു ഇന്നോവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫോളോ മീ ലാംപ്സ് പോലെ പണ്ടത്തെ ആ ഒരു ട്രെൻഡാണ് വെച്ചിരുന്നത്. ഈ RGB എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായി മാറിക്കഴിഞ്ഞു അല്ലേ? അപ്പം ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൈസിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? പ്രൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം കസ്റ്റം ചെയ്യാനാണെങ്കിൽ ഒരു ടെയിൽ ലാമ്പ് നോർമലി RGB ആക്കുമ്പോഴത്തേക്കും അറൌണ്ട് ഒരു 12 to 16 ആ റേഞ്ചിലേക്കാണ് നോർമലി വരുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയാ വേണ്ടത് എന്നുള്ളതനുസരിച്ച് റേറ്റില് വേരിയേഷൻ വരും. അതെ. ഓക്കെ, ഇതിപ്പം നമുക്ക് ഇതൊക്കെ അത്യാവശ്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ? തീർച്ചയായിട്ടും നമ്മള് 6 months to 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പം അതിന്റെ LED ഒക്കെ വന്നപ്പോൾ ഏകദേശം എത്ര റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്? നമുക്ക് സ്കേർട്ടിംഗ് ഷോറൂമിൽ നിന്ന് തന്നെയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള സ്കേർട്ടിംഗ് തന്നെയാണ്, ABS ആണ് വരുന്നത്. പിന്നെ ബമ്പർ LED പറഞ്ഞ RGB ചെയ്ത് വന്നപ്പോഴത്തേക്കും അറൌണ്ട് 5K ആ റേഞ്ചാണ് നമുക്ക് ആയത്. ഡിപ്പ് വരുമ്പോഴത്തേക്കും ടോട്ടൽ, അതായത് എല്ലാം കൂടെ ഇതും ഫ്രണ്ടിലത്തെയും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഡോർ ഹാൻഡിൽ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അറൌണ്ട് ഒരു 8K ആ റേഞ്ചിലാണ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ പറ്റുന്നതാണ്. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പിൻവശത്തുള്ള ഒരു എയർ സസ്പെൻഷൻ കിറ്റ് അത് അപ്പോൾ ഇതുപോലെ നല്ലൊരു കിറ്റും കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു. ഈ കൃഷ്മച്ചാൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഓട്ടോമോട്ടീവ് കണ്ടൻസ് ആണ് ഫുള്ള് വരുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നോവയുടെ ഈ ഒരു കംപ്ലീറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഒരു വണ്ടി മോഡിഫൈ ചെയ്യണം, ഇനി നിങ്ങളൊരു തുടക്കക്കാരനാണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ വണ്ടി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കറിയാം, Q-Lite എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇനിയും ഒത്തിരി മേളിലേക്ക് എത്തി വരട്ടെ എന്ന ആശംസയോടുകൂടി തന്നെ നമ്മുടെ ഓണേഴ്സായിട്ടുള്ള നമ്മുടെ ആഷിക്കിനും അതുപോലെ തന്നെ അടുത്ത ഓണറായിട്ടുള്ള അനിരുദ്ധിനും, ജോ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആ ഒരു ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കാം. അതിനകത്ത് കയറി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിലും ബന്ധപ്പെടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന ആഷിക്കിനും ജോയ്ക്കും ഇവർക്ക് ഉള്ള നന്ദി അറിയിക്കുകയാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.